പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ GST നിയമത്തിൻ്റെ റൂൾ 42 അനുസരിച്ച് എങ്ങനെയാണ് ബ്ലോക്കഡ് ക്രെഡിറ്റ് GSTR 3Bയിൽ എൻട്രി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നെലിജിബിൾ ക്രെഡിറ്റ് എങ്ങനെയാണ് GSTR 3Bയിൽ എൻട്രി ചെയ്യുന്നത്, എലിജിബിൾ ക്രെഡിറ്റ് എങ്ങനെയാണ് 3Bയിൽ എൻട്രി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട പലരും അഭിപ്രായപ്പെട്ടു, അതിനകത്തൊരു ഉദാഹരണം പറയാത്തത് കൊണ്ട് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ വേറൊരു വീഡിയോ ചെയ്യുകയാണ്. ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് GSTR നിയമത്തിൻ്റെ റൂൾ 42 പ്രകാരം എങ്ങനെയാണ് ഒരു റിയൽ കേസ് സിനാരിയോ ചെയ്യുന്നത് എന്നതാണ്. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾ വീക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ആ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലേക്ക് പോകാം. അപ്പോൾ റൂൾ 42 അനുസരിച്ച് നമ്മുടെ GSTR 2A ഒരു പീരീഡിൽ വന്നിരിക്കുന്ന എമൗണ്ട്, ഒരു പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മാസമാകാം, 3 മാസമാകാം, 6 മാസമാകാം, 1 വർഷമാകാം. അപ്പോൾ ഏത് പീരീഡാണോ അത് നമ്മുടെ ഇഷ്ടമാണ്, ഏത് പീരീഡ് സെലക്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒരു മാസത്തെ ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത്, ഒരു മാസത്തെ GSTR 2A എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2Aയിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത്, ചിലപ്പോൾ GSTR 2A സിസ്റ്റത്തിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എല്ലാ ഇൻവോയ്സുകളും അതിൽ വന്നിട്ടുണ്ടാകും എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന GSTR 2A ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം അനുസരിച്ച് ഒരു പർട്ടിക്കുലർ മാസത്തിൽ എന്തുമാത്രം ക്രെഡിറ്റ്സ് ആണോ 2Aയിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ആ എമൗണ്ടിനെയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പീരീഡിലെ GSTR 2Aയിൽ വരുന്ന മുഴുവൻ ക്രെഡിറ്റിനെ നമുക്ക് T എന്ന് പറയാം. അത് GST നിയമത്തിൽ റൂൾ 42 ഇങ്ങനെ തന്നെയാണ് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതേ ടേം തന്നെ ഈ എക്സാമ്പിളിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ T എന്ന് പറയുന്നത് ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇൻവോൾവ് ഓൺ ഇൻപുട്ട്സ് ഇൻ എ ടാക്സ് പീരീഡ് ടു ബി ഡിനോട്ടഡ് ആസ് T. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി 2Aയിൽ അൾട്ടിമേറ്റ്ലി വരാൻ പോകുന്ന ITCയുടെ എമൗണ്ടാണ് T എന്ന് പറയുന്നത്. നമ്മുടെ ഉദാഹരണത്തിൽ അത് 2 ലക്ഷമാണെന്ന് വിചാരിച്ചോളുക. ഇനി നമുക്ക് വൺസ് T ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ T1 ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. T1 എന്ന് പറയുന്നത് എനി എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ഔട്ട് ഓഫ് T attributable to inputs intended to be used exclusively for the purpose of other than business. അതായത് നമ്മുടെ 2Aയിൽ വന്നിരിക്കുന്ന ക്രെഡിറ്റുകളിൽ ഏതെങ്കിലും ക്രെഡിറ്റ് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലാതെ ഉള്ളതുണ്ട് എങ്കിൽ എക്സ്ക്ലൂസീവ്ലി ഫോർ അതർ ദാൻ ബിസിനസ് എന്നാണ്. അതായത് ബിസിനസ്സിന് അല്ലാതെ എക്സ്ക്ലൂസീവ്ലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതിനെ T1 എന്ന് മാർക്ക് ചെയ്തിട്ട് അതിനെ മാറ്റി നിർത്തുക. നമ്മുടെ ഉദാഹരണത്തിൽ അത് 20,000 രൂപയാണ്. ഇതിന് ചെറിയൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ഷോപ്പിലേക്ക്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് നമ്മൾ 5 സ്പ്ലിറ്റ് AC വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. 5 സ്പ്ലിറ്റ് AC വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ GST നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ GSTR 2Aയിൽ 5 സ്പ്ലിറ്റ് ACയുടെയും ക്രെഡിറ്റ് കയറി വരും. പക്ഷേ ഇതിനകത്ത് 4 AC ആണ് നമ്മൾ ബിസിനസ്സിലേക്ക് യൂസ് ചെയ്തത്, 1 AC നമ്മൾ വീട്ടിലേക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ACയുടെ ചാർജ്, ഒരു ACയുടെ ITC എക്സ്ക്ലൂസീവ്ലി ഫോർ ദി പർപ്പസ് അതർ ദാൻ ബിസിനസ് ആണ്. അപ്പോൾ ആ കേസിൽ T1 എന്ന് പറയുന്നത് ആ വീട്ടിലേക്ക് യൂസ് ചെയ്ത ACയുടെ ക്രെഡിറ്റിനാണ് T1 എന്ന് പറയുന്നത്. ഇതോടുകൂടി T1 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിൽ പറഞ്ഞ 2 ലക്ഷം രൂപ മൊത്തമുള്ള ക്രെഡിറ്റിൽ 20,000 രൂപയാണ് T1 ആയിട്ട് മാർക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് ബിസിനസ് പർപ്പസിന് അല്ലാതെയുള്ള ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ ഉദാഹരണത്തിൽ 20,000 രൂപയാണ്. ഇപ്പോൾ T1 എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അറിയാനുള്ളത് T2 ആണ്. T2 എന്ന് പറയുന്നത് ഇത് എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ഔട്ട് ഓഫ് T attributable to inputs intended to be used exclusively for effecting exempt supplies. അതായത് നമ്മുടെ GSTR 2Aയിൽ വന്ന ക്രെഡിറ്റിൽ ഏതെങ്കിലും ഇൻപുട്സ് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഫോർ exempt സപ്ലൈസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പറയുന്ന ക്രെഡിറ്റിനെ നമ്മൾ T2 എന്ന് മാർക്ക് ചെയ്ത് മാറ്റി നിർത്തണം. നമ്മുടെ ഉദാഹരണത്തിൽ അത് 21,000 രൂപയാണെന്ന് വിചാരിച്ചുള്ളത്. അപ്പോൾ T2 എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ exempt സപ്ലൈസ് ആണ്. ഇനി അടുത്ത് നമുക്ക് അറിയാനുള്ളത്, അപ്പോൾ T1ഉം T2ഉം കഴിഞ്ഞു. ഇനി നമുക്ക് അറിയാനുള്ളത് T3 ആണ്.
T3 എന്ന് പറയുന്നത് ദി എമൗണ്ട് ഓഫ് ഇൻപുട്ട് ടാക്സ് ഔട്ട് ഓഫ് T ഇൻ റെസ്പെക്ട് ഓഫ് ഇൻപുട്സ് ഓൺ വിച്ച് ക്രെഡിറ്റ് ഈസ് നോട്ട് അവൈലബിൾ അണ്ടർ സെക്ഷൻ 17(5) ടു ബി ഡിനോട്ടഡ് ആസ് T3 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പൊതുവായി അറിയപ്പെടുന്ന ബ്ലോക്കഡ് ക്രെഡിറ്റിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് സെക്ഷൻ 17(5) പറയുന്ന ക്രെഡിറ്റ്സുകളൊന്നും നമുക്ക് എടുക്കാൻ യോഗ്യതയില്ലാത്ത ക്രെഡിറ്റാണ്. ഉദാഹരണത്തിന് ഓണർ ഒരു പ്രൈവറ്റ് കാറ് GST നമ്പർ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ GST-2A ആ കാറിൻ്റെ GST എമൗണ്ട് കൂടി കയറി വരും. ആ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബ്ലോക്കഡ് ക്രെഡിറ്റ് ആണ്. അത് നമ്മുടെ GST-2A വരും, പക്ഷേ നമുക്ക് 3B അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതാണ് T3 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ T1ഉം T2ഉം T3യും എന്താണെന്ന് കണ്ടു. ഇത്രയും പോർഷനാണ് നമ്മുടെ GST-2A നിന്ന് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് മാറ്റി നിർത്തേണ്ടത്. T1, T2, T3 എന്ന് പറയുന്നത് 20,000, 21,000, 22,000 നമ്മുടെ എക്സാമ്പിളിൽ. പക്ഷേ ഈ T3ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ബ്ലോക്കഡ് ക്രെഡിറ്റ് ആയതുകൊണ്ട് അത്രയും എമൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഈ ബ്ലോക്കഡ് ക്രെഡിറ്റായ 22,000 രൂപ നമ്മുടെ 3Bയിൽ വന്നിട്ട് 3Bയിൽ ഇവിടെ കാണാം. 3Bയിൽ വന്നു കഴിഞ്ഞാൽ ഇൻഎലിജിബിൾ ITC ആസ് പെർ സെക്ഷൻ 17(5) എന്നുള്ള കോളത്തിൽ 22,000 രൂപ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. 22,000 രൂപ ഇൻഎലിജിബിൾ. അപ്പോൾ ദിസ് എമൗണ്ട് ഷുഡ് ബി ഷോൺ ആസ് ഇൻഎലിജിബിൾ ITC ആസ് പെർ സെക്ഷൻ 17(5) ഇൻ GSTR 3B. ഇനി നമുക്ക് ബാക്കിയുള്ളത് T1, T2, T3 കഴിഞ്ഞു. ഇനി T1, T2 ആണ്. T1, T2 എന്ന് പറയുന്നത് 20,000 പ്ലസ് 21,000 എന്ന് പറയുന്നത് 41,000 രൂപയാണ്. ഈ എമൗണ്ട് ദിസ് എമൗണ്ട് ഷുഡ് ബി ഷോൺ ആസ് ഇൻഎലിജിബിൾ ITC അതേഴ്സ് ഇൻ GSTR 3B. അപ്പോൾ GSTR 3Bയുടെ അതേഴ്സ് ഇൻഎലിജിബിൾ ITC കോളത്തിൽ അതേഴ്സ് എന്ന കോളത്തിൽ 41,000 രൂപ കാണിക്കണം. നമുക്കിവിടെ നോക്കാം എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ അതേഴ്സ് എന്നുള്ള കോളത്തിൽ 41,000 രൂപ നിങ്ങൾക്ക് ഇവിടെ കാണാം. 41,000 രൂപ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും T3യിൽ വന്നാൽ ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ITCയിൽ നിന്ന് GST-2A വന്ന ITCയിൽ നിന്ന് 3 സെക്ഷൻ നമ്മൾ മാറ്റി. ഒന്ന് എക്സ്ക്ലൂസീവ്ലി ഫോർ നോൺ ബിസിനസ് പർപ്പസ്, ഒന്ന് എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സംപ്റ്റ് സപ്ലൈസ്, ഒന്ന് ബ്ലോക്കഡ് ക്രെഡിറ്റ്. ഇനി ഇതെല്ലാം ഈ 3 ഐറ്റം കൂടി തട്ടിക്കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എത്രയാണ്? ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ 1,37,000 രൂപയാണ് ബാക്കി വരുന്നത്. 2 ലക്ഷം രൂപയിൽ നിന്ന് 63,000 രൂപ. 63,000 രൂപ എങ്ങനെയാണ് കിട്ടിയത്? T1 20,000 രൂപ, T2 21,000 രൂപ, T3 22,000 രൂപ. ടോട്ടൽ 63,000 രൂപ. അപ്പോൾ Tയിൽ നിന്ന് 2 ലക്ഷത്തിൽ നിന്ന് 63,000 ലെസ് ചെയ്തപ്പോൾ 1,37,000 രൂപയാണ് നമുക്ക് കിട്ടിയത്. ഈ എമൗണ്ടാണ് ITC ടു ബി ക്രെഡിറ്റഡ് ടു ക്രെഡിറ്റ് ലെഡ്ജർ. ഓൾ അതർ ITC GSTR 3Bയിൽ ഓൾ അതർ ITC എന്നുള്ള കോളത്തിൽ കാണിക്കേണ്ട എമൗണ്ടാണ് 1,37,000 രൂപ. ഇപ്പോൾ 2 ലക്ഷത്തിൽ നിന്ന് 63,000 കഴിച്ചിട്ട് ബാക്കി 1,37,000 രൂപയാണ് 3Bയിൽ ഓൾ അതർ ITC ചെയ്യുന്നത്. നമുക്ക് 3Bയിൽ എവിടെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം 1,37,000 രൂപ ഓൾ അതർ ITC 1,37,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇതാണ് C1 എന്ന് പറയുന്നത്. അപ്പോൾ C1 എന്ന് പറയുന്നത് GSTR 3Bയിൽ നമുക്ക് അവെയിൽ ചെയ്യാവുന്ന ക്രെഡിറ്റാണ്. അവെയിൽ ചെയ്യുന്ന ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യാമെന്ന അർത്ഥമില്ല. ഇനി നമുക്ക് C2 എന്താണെന്ന് നോക്കാം. C2 എന്ന് പറയുന്നത് കോമൺ ക്രെഡിറ്റ് ആണ്. കോമൺ ക്രെഡിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മൾ T4 എന്താണെന്ന് നോക്കണം. T4 എന്ന് പറയുന്നത് എന്താണ്? ITC എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ ടാക്സ് ഓർ സപ്ലൈസ്. അപ്പോൾ നമ്മുടെ GST-2A വന്ന എമൗണ്ടിൽ നിന്ന് എക്സ്ക്ലൂസീവ്ലി ഫോർ നോൺ ബിസിനസ്സും എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സംപ്റ്റും ബ്ലോക്കഡ് ക്രെഡിറ്റും മാറ്റി കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ GSTR 3Bയിൽ നമ്മൾ അവെയിൽ ചെയ്യുന്നത്. ഈ അവെയിൽ ചെയ്യുന്ന ക്രെഡിറ്റിനകത്ത് ഇനി ഏതൊക്കെ ക്രെഡിറ്റാണ് ടാക്സ് ഓർ സപ്ലൈസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ടാക്സ് ഓർ സപ്ലൈസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് ഏതാണെന്നുള്ളതാണ്. നമ്മുടെ എക്സാമ്പിളിൽ അത് 1 ലക്ഷം രൂപയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ T4 നമ്മൾ 1 ലക്ഷം രൂപ എന്ന് കണ്ടുപിടിച്ചു. ഇനി ഈ T4 കണ്ടുപിടിച്ചതിന് ശേഷം വേണം നമ്മൾ C2യിലേക്ക് വരാൻ. കോമൺ ക്രെഡിറ്റ്. കോമൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യമേ കണ്ടു ITC 3Bയിൽ അവെയിൽ ചെയ്യാവുന്ന എമൗണ്ട് C1 ആണെന്ന് കണ്ടു. ആ C1ൽ നിന്ന് T4 എമൗണ്ട് കുറയ്ക്കുക. അതായത് 1,37,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്ക്
എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ ടാക്സബിൾ ഗുഡ്സ് ആണ്. അപ്പോൾ ഈ 1,00,000 രൂപയ്ക്ക് നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്, 100% എലിജിബിലിറ്റി ഉണ്ട്, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ 1,00,000 രൂപ നമ്മൾ മാറ്റി വെച്ചു. ഇത് നമുക്ക് റിയലായിട്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു ITC ആണ്. ബാക്കി വരുന്ന എമൗണ്ട് എത്രയാണ്? 37,000 രൂപ. ഈ 37,000 രൂപയാണ് കോമൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ 37,000 രൂപയിൽ നിന്ന് നമ്മൾ വീണ്ടും അലോക്കേഷൻ ചെയ്യുകയാണ്. അത് വേറെ പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ ഇത്രയും അനലൈസ് ചെയ്ത് ഈ സമയം വരെ അനലൈസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച കാര്യം എന്താണ്? 1,00,000 രൂപയാണ് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്രെഡിറ്റ്. 1,00,000 രൂപയാണ് നമ്മൾ കണ്ടുപിടിച്ചു. 2,00,000 രൂപയിൽ 1,00,000 രൂപയെ ആയിട്ടുള്ളൂ. ഇനി 37,000 രൂപ കൂടി അനലൈസ് ചെയ്യണം. നമുക്ക് ഈ 37,000 രൂപ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും C3 വരിക. C3 വരുമ്പോൾ D1 D2 കൂടി കണ്ടാൽ മാത്രമേ നമുക്ക് ആ എമൗണ്ട് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ കോമൺ ക്രെഡിറ്റിൽ ഇനി എത്ര നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ D1ഉം D2ഉം എന്താണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് D1 വന്നാൽ D1 എന്ന് പറയുന്നത് എന്താണ്? ITC ഔട്ട് ഓഫ് കോമൺ ക്രെഡിറ്റ് ആട്രിബ്യൂട്ടഡ് ടു എക്സ്റ്റേണൽ സപ്ലൈസ്. അപ്പോൾ ഈ കോമൺ ക്രെഡിറ്റിൽ കുറച്ച് ക്രെഡിറ്റ് നമ്മൾ പാർഷ്യലി എക്സ്റ്റേണൽ സപ്ലൈസിന് യൂസ് ചെയ്തിട്ടുണ്ടാവാം, പാർഷ്യലി ടാക്സബിൾ സപ്ലൈസിന് യൂസ് ചെയ്തിട്ടുണ്ടാവാം. കുറേ ഐറ്റംസ് ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ഐറ്റത്തിനകത്തുനിന്ന് കുറച്ച് നമ്മൾ എക്സ്റ്റേണൽ സപ്ലൈസിന് യൂസ് ചെയ്യാം, കുറച്ച് നമ്മൾ ടാക്സബിൾ സപ്ലൈസിന് യൂസ് ചെയ്യാം. അങ്ങനെ വന്നാൽ എക്സ്റ്റേണൽ സപ്ലൈസിന് യൂസ് ചെയ്ത പോർഷൻ എടുത്ത് നമ്മൾ മാറ്റി നിർത്തണം. അതാണ് D1 എന്ന് പറയുന്നത്. ഈ D1 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പീരീഡിലെ ടോട്ടൽ സെയിൽ എത്രയാണെന്ന് നോക്കിയതിന് ശേഷം ആ പീരീഡിൽ എത്ര എക്സ്റ്റേണൽ സെയിൽ ഉണ്ടെന്ന് നോക്കുക, എക്സ്റ്റേണൽ സപ്ലൈസ് ഉണ്ടെന്ന് നോക്കുക, എത്ര ടാക്സബിൾ സപ്ലൈസ് ഉണ്ടെന്ന് നോക്കുക. ടാക്സബിൾ സപ്ലൈസ് നമ്മൾ പറയുമ്പോൾ എല്ലാ സമയത്തും ടാക്സബിൾ സപ്ലൈസ് എന്ന് പറയുമ്പോൾ ഈ റൂളിന് വേണ്ടിയിട്ട് ടാക്സബിൾ സപ്ലൈസിൽ എക്സ്പോർട്ട് സപ്ലൈയും ടാക്സബിൾ സപ്ലൈ ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ എന്താണ്? വാല്യൂ ഓഫ് എക്സ്റ്റേണൽ സപ്ലൈസ് എന്ന് പറയുന്നത് 10,00,000 രൂപയാണ്. അതാണ് E എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമുല E/F × C2 ആണ് ഫോർമുല. അപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ എക്സ്റ്റേണൽ സപ്ലൈസ് 10,00,000 രൂപ, ടോട്ടൽ ടേൺ ഓവർ എത്രയാണ്? 80,00,000 രൂപയാണ് ടോട്ടൽ ടേൺ ഓവർ. ടോട്ടൽ ടേൺ ഓവർ 80,00,000 രൂപ, അതിൽ എക്സ്റ്റേണൽ സപ്ലൈസ് എന്ന് പറയുന്നത് 10,00,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ്? 10,00,000 / 80 × 37,000 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ 4,625 രൂപയാണ്. അപ്പോൾ നമ്മുടെ കോമൺ ക്രെഡിറ്റിൽ നിന്നും 4,625 രൂപയ്ക്ക് തുല്യമായ ക്രെഡിറ്റ് നമ്മൾ എക്സ്റ്റേണൽ സപ്ലൈക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് എലിജിബിലിറ്റി ഇല്ല, അത് റിവേഴ്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനെ നമ്മൾ D1 എന്ന് എഴുതി മാറ്റി നിർത്തുന്നു. നമ്മൾ വീണ്ടും D2 കൂടി കണ്ടുപിടിക്കണം. അതോടുകൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു. നമ്മുടെ ഈ റൂൾ 42 അതോടുകൂടിയിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ D2 വന്നു കഴിഞ്ഞാൽ കോമൺ ക്രെഡിറ്റ് യൂസ്ഡ് ഫോർ ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് പർപ്പസ്, കോമൺ ക്രെഡിറ്റ് യൂസ്ഡ് ഫോർ നോൺ ബിസിനസ് പർപ്പസ് ഡിനോട്ടഡ് ആസ് D2. അപ്പോൾ കോമൺ ക്രെഡിറ്റ് നമ്മൾ ബിസിനസ്സിനോ നോൺ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന പോർഷനാണ് D2 എന്ന് പറയുന്നത്. അതായത് കോമൺ ക്രെഡിറ്റിന് നമ്മൾ ആദ്യം കണ്ടു D1 എന്ന് പറയുന്നത് കോമൺ ക്രെഡിറ്റിൽ എത്രയാണോ എക്സ്റ്റേണൽ സപ്ലൈസിനും ടാക്സബിൾ സപ്ലൈസിനും വേണ്ടി യൂസ് ചെയ്ത് അതിന് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എക്സ്റ്റേണൽ സപ്ലൈസിൻ്റെ പോർഷൻ എടുത്ത് നമ്മൾ മാറ്റി നിർത്തി D1 എന്ന് പറഞ്ഞിട്ട്. ഇനി D2 എന്താണ്? ഈ കോമൺ ക്രെഡിറ്റ് നമ്മൾ കുറച്ച് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവാം, കുറച്ച് ടാക്സബിൾ സപ്ലൈസിനും കുറച്ച് പേഴ്സണൽ യൂസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ കോമൺ ക്രെഡിറ്റിൻ്റെ 5% നമ്മൾ എല്ലാ കേസിലും മാറ്റി നിർത്തേണ്ടത്. D2 ആയിട്ട് ഡിനോട്ട് ചെയ്ത് മാറ്റി നിർത്തേണ്ടത് 5% ആണ് കോമൺ ക്രെഡിറ്റ്. അപ്പോൾ നമ്മുടെ കോമൺ ക്രെഡിറ്റ് എത്രയായിരുന്നു? 37,000 ആയിരുന്നു. അതിൻ്റെ 5% എന്ന് പറയുന്നത് എത്രയാണ്? 1,850 രൂപയാണ്. അപ്പോൾ നമുക്ക് D1ഉം D2ഉം നമുക്ക് കിട്ടി. ഇനി നമുക്ക് C3 വരാം. C3 വന്നാൽ കോമൺ ക്രെഡിറ്റ്, എലിജിബിൾ കോമൺ ക്രെഡിറ്റ്. അപ്പോൾ ആദ്യമേ കോമൺ ക്രെഡിറ്റ് കണ്ടു. ഇനി നമുക്ക് എലിജിബിൾ കോമൺ ക്രെഡിറ്റ് എത്രയാണ്? ITC നമുക്ക് എൻജോയ് ചെയ്യാവുന്ന കോമൺ ക്രെഡിറ്റ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ C3 ആണ് ആ എമൗണ്ട്. അത് കണ്ടുപിടിക്കുന്നത് C2 - D1 + D2. അപ്പോൾ C2 എത്രയായിരുന്നു? നമ്മുടെ കോമൺ ക്രെഡിറ്റ് എത്രയായിരുന്നു? നമ്മുടെ ഉദാഹരണത്തിലെ കോമൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 37,000 രൂപയാണ്. അതിൽ നിന്ന് D1 ആയ 4,625ഉം D2 ആയ 1,850 രൂപയും കൂടി കൂട്ടി
അതിനെ 37,000 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 30,525 രൂപ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ക്രെഡിറ്റ് എന്താണ്? 30,525 രൂപയാണ് എൻജോയ് ചെയ്യാവുന്നത്. D1 D2 വരുന്ന മൊത്തം 6,475 രൂപ എന്ന് പറയുന്നത് GSTR 3Bയുടെ ITC റിവേഴ്സ്ഡ് ആസ് പെർ റൂൾ 42-43 എന്നുള്ള ഹെഡിൽ നമ്മൾ 6,475 രൂപ കാണിക്കണം. അത് നമ്മൾ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത് നോക്കാം. 6,475 രൂപയുടെ നോക്കിയാൽ കാണാം ITC റിവേഴ്സ്ഡ് ആസ് പെർ റൂൾ 42-43 6,475 രൂപ. അപ്പോൾ നമ്മൾ ആ റൂൾ 42നെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. 43നെ കുറിച്ച് വീഡിയോ വേറെയുണ്ട്, അത് നിങ്ങൾ വേറെ കാണുക. അപ്പോൾ 6,475. ഇനി C3യിൽ വീണ്ടും വന്നാൽ ഇനി നമുക്ക് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ITC എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ എക്സസൈസ് മുഴുവൻ ചെയ്തത് നമ്മുടെ GSTR 2A വന്ന 2 ലക്ഷം രൂപയിൽ എന്തുമാത്രം നമുക്ക് എൻജോയ് ചെയ്യാമെന്നുള്ള ക്വസ്റ്റ്യനായിരുന്നു. ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് നമ്മൾ ഇത് അനാലിസിസിന് പോയത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു T4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 100% ടാക്സ് ഓൺ സപ്ലൈക്ക് യൂസ് ചെയ്ത ഒരു ക്രെഡിറ്റ് നമ്മൾ നേരത്തെ T4ൽ കണ്ടായിരുന്നു. T4ൽ വന്നാൽ കാണാം 1 ലക്ഷം രൂപ. അപ്പോൾ ആ 1 ലക്ഷം രൂപ നമുക്ക് 100% എൻജോയ് ചെയ്യാവുന്നതാണ്. അതാണ് ഈ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഇനി 30,525 രൂപ എന്ന് പറയുന്നത് ഏതാണ്? എലിജിബിൾ കോമൺ ക്രെഡിറ്റ് 30,525 രൂപ. അപ്പോൾ 100% എൻജോയ് ചെയ്യാവുന്ന 1 ലക്ഷം രൂപയും 100% എൻജോയ് ചെയ്യാവുന്ന 30,525 രൂപയും കൂടി കൂടിയിട്ട് 1,30,525 രൂപയാണ് നമ്മളുടെ എലിജിബിൾ ITC എന്ന് പറയുന്നത്. 1,30,525 രൂപയാണ്. ഇവിടെ കാണാൻ നെറ്റ് ITC അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെയുണ്ട് 1,30,525 രൂപ. അപ്പോൾ നമ്മൾ 2 ലക്ഷത്തിൽ നിന്ന് നമ്മൾ എവിടെ എത്തി? 2 ലക്ഷത്തിൽ നിന്ന് 1,30,525 രൂപയാണ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലായി. ഈ 1,30,525 രൂപ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി നമുക്ക് സെറ്റിൽ ചെയ്യാം. ഇനി ഇത് ഏത് സിറ്റുവേഷനിലുള്ള ആളുകൾക്കാണ് ഈ റൂൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, നമുക്ക് 100% നമ്മുടെ സെയിൽസ് ടാക്സ് ഓൺ സെയിൽ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരുന്നില്ല. നമ്മുടെ ബ്ലോക്കഡ് ക്രെഡിറ്റ് നോക്കിയാൽ മതി. ബ്ലോക്കഡ് ക്രെഡിറ്റ് മാത്രം എടുത്ത് മാറ്റി നിർത്തിയാൽ മതി. നമ്മുടെ ഇൻപുട്സ് ഒന്നും നമ്മൾ പേഴ്സണൽ യൂസിന് എടുക്കാനും പാടില്ല. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ ബിസിനസ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് മുഴുവൻ ടാക്സുകൾ ആണെങ്കിൽ ഈ റൂള് വലിയ കാര്യമായിട്ട് ആപ്ലിക്കബിൾ അല്ല. 42 പ്രൊവൈഡഡ് ബ്ലോക്കഡ് ക്രെഡിറ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ. പക്ഷേ കൂടുതൽ പ്രശ്നം വരുന്നത് റൂൾ 43ലാണ്. അതായത് ക്യാപിറ്റൽ ഗുഡ്സോ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് റൂൾ 42 വരുന്നത്. അത് മിക്കവാറും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിരിക്കും. അതുകൊണ്ട് ആ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ വീക്ഷിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി വീണ്ടും ഒരു വിഷയമായി അടുത്ത തവണ കാണുന്നതുവരേക്കും താങ്ക് യു വെരി മച്ച്.